അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 92-ാമത്തെ സൂറയായ സൂറ അൽ ലൈൽ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ലൈലിലെ 7 ആയത്തുകളുടെ ആശയങ്ങൾ നാം മനസ്സിലാക്കി. മനുഷ്യൻ്റെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ്. അതിൽ നന്മ ചെയ്യുന്ന ആളെക്കുറിച്ചാണ് അവസാനം മനസ്സിലാക്കിയത്, അല്ലേ? നൽകുകയും പങ്കുവെക്കുകയും അള്ളാഹുവെ സൂക്ഷിക്കുകയും അതേപോലെ ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അള്ളാഹു താല അയാൾക്കത് വളരെ എളുപ്പമുള്ളതാക്കി മാറ്റും എന്നാണ് മനസ്സിലാക്കിയത്. ഇനി അടുത്ത ആയത്തുകൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയാൻ പോകുന്നത്. 8, 9, 10. وَأَمَّا مَنْ بَخِلَ وَاسْتَغْنَى وَكَذَّبَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْعُسْرَى. വഅമ്മ എന്നാൽ മൻ ആരോ ഒരാൾ, ബഖില അയാൾ പിശുക്ക് കാണിച്ചു, അതോടൊപ്പം ഇസ്തഗ്ന സ്വയം പര്യാപ്തനാണ്, സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്ന് ഭാവിച്ചു, എന്ന് അഭിനയിച്ചു. ഇതാണ് 8-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. വഅമ്മാ മൻ ബഖില വസ്തഗ്ന, ബഖില പിശുക്ക് കാണിച്ചു എന്നാണ്. അതിൻ്റെ എതിർവാക്ക് നേരത്തെ നമ്മൾ പഠിച്ചല്ലേ, അയത്ത നൽകി, ആർക്കും നൽകുന്ന വളരെ ഉദാരമായ മനസ്സുള്ള ആളാണ് അയത്ത. അതിൻ്റെ എതിർവാക്കാണ് ബഖില, കെട്ടിപ്പൂട്ടി വെക്കുക, പിശുക്ക് കാണിക്കുക. അങ്ങനെ പറയില്ലേ, സ്വന്തത്തിന് വേണ്ടി പോലും ചെലവഴിക്കാതെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ചില ബെഗേഴ്സിലെ യാചകന്മാർ, അവരിങ്ങനെ ആൾക്കാരോട് കൈ കാണിച്ച് വാങ്ങിച്ചിട്ട് അവരുടെ ഭാണ്ഡം നിറച്ച് ചിലപ്പോൾ കാശുണ്ടാവും, പക്ഷെ അവരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. സ്വയം ഉപയോഗിക്കില്ല. കാരണം അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കാശ് കൊടുക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടന്ന് അവസാനം എവിടെയെങ്കിലും കടത്തിണ്ണയിലൊക്കെ കിടന്ന് മരിച്ചു പോകും. അപ്പോൾ അവരുടെ ഈ ഭാണ്ഡം തുറന്നു നോക്കിയാൽ ഒരുപാട് കാശുണ്ടാവും ചിലപ്പോൾ. എന്ന് പറയും പോലെ സ്വന്തത്തിനും ഉപയോഗിക്കുന്നില്ല, മറ്റുള്ളവർക്കും കൊടുക്കുന്നില്ല. കാശും മറ്റ് ഒരുപാട് അനുഗ്രഹങ്ങൾ കയ്യിലുണ്ട്, പക്ഷെ ആർക്കും കൊടുക്കില്ല, ഒന്നും ഷെയർ ചെയ്യില്ല. ആ മനസ്സ് വല്ലാതെ ഇങ്ങനെ അടഞ്ഞ മനസ്സായിരിക്കും. അതാണ് അമ്മാമം ബഖില, പിശുക്ക് കാണിക്കുന്നവൻ. അതോടൊപ്പം ഇസ്തഗ്ന, നമ്മൾ നേരത്തെ ചില വാക്കുകൾ പഠിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. മാ അഗ്ന, പ്രയോജനപ്പെട്ടില്ല, അല്ലേ, സൂറത്തുൽ മസദിൽ. അതുപോലെ ഇന്നൽ ഇൻസാന ലയത്ഗ അർ റആഹു ഇസ്തഗ്ന, സൂറത്തുൽ അലഖിൽ അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തൻ എന്നാണ് മലയാളം പറയുക, സെൽഫ് സഫിഷ്യൻറ്റ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമോ? എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും, അല്ലേ? ആരുടെ അടുത്താണ് പറയാം? ഉമ്മയുടെ അടുത്തും വാപ്പായുടെ അടുത്തും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും. ശരിക്കും നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ലല്ലോ. ഇപ്പോൾ നോക്ക്, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ഞാനുണ്ടാക്കിയാണോ? അല്ല, ഏതോ ഒരു മില്ലിൽ ഏതോ ഒരു കമ്പനിക്കാരുണ്ടാക്കിയാണ്. എന്നിട്ട് എൻ്റെ വീടിനടുത്തുള്ള ഷോപ്പിലേക്ക് അത് വേറൊരു കച്ചവടക്കാരൻ കൊണ്ടുവന്നു. അയാളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ടൈലർ അടുത്ത് കൊണ്ടുപോയി അയാൾ തയ്ച്ചു തന്നു, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ ലൈഫ്. എല്ലാ കാര്യവും ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം എവിടെ നിന്നുണ്ടായി, ആരായിരിക്കും അതിൻ്റെ വിത്ത് എറിഞ്ഞത് എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാകുക ഒരാൾക്കും സ്വയം ജീവിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയും, ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും എന്നൊക്കെ പറയില്ലേ. അത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആൾക്കാർ. ഇപ്പോൾ ബഖില വസ്തഗ്ന, പിശുക്ക് കാണിച്ച് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതെ പിന്നെ വല്ലാതെ പൊങ്ങച്ചം കാണിച്ചൊക്കെ നടക്കുന്ന ആൾക്കാർ, അല്ലേ? അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ബഖില വസ്തഗ്ന, 2 കാര്യം പറഞ്ഞു. ഇസ്തഗ്ന എന്നതിൻ്റെ എതിർവാക്കായിട്ട് നേരത്തെ നമ്മൾ പഠിച്ചത് ഇത്തഖ എന്നാണ്. അള്ളാഹുവെ ഭയന്ന് സൂക്ഷിച്ച് വളരെ വിനീതരായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇത്തഖ. അതിൻ്റെ എതിരാണ് ഇസ്തഗ്ന, ഞാൻ അങ്ങനെ ആരെയും അനുസരിക്കുന്നില്ല എന്ന് കരുതുന്ന ആൾക്കാർ.
പുതിയ കാലത്ത് മക്കളെ കുറിച്ചൊക്കെ അങ്ങനെ പറയില്ല, അവർക്കൊന്നും ഉപദേശമൊന്നും ഇഷ്ടമില്ല അത്രേ. ഉമ്മ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് കുട്ടികൾ പൊട്ടിത്തെറിക്കുന്ന മക്കളെയൊക്കെ കാണാം. അപ്പം അങ്ങനെ ആവരുത്. ഇസ്തഗ്ന, അങ്ങനെ സ്വയം പര്യാപ്തനായി സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്ന് കരുതി നടക്കരുത്. പിന്നെ എന്താ അവരുടെ പ്രത്യേകത? വകല്ലബ ബിൽ ഹുസ്ന, കല്ലബ കളവാക്കി, സ്വദ്ദഖ സത്യപ്പെടുത്തി, അതിന് നേരെ ഓപ്പോസിറ്റാണ്. വകല്ലബ അവൻ കളവാക്കുകയും ചെയ്യുന്നു, ബിൽ ഹുസ്ന ഏറ്റവും നല്ലതിനെയാണ് കളവാക്കുക. ഇപ്പോൾ ഇസ്ലാം ഏറ്റവും നല്ല ലൈഫ് സ്റ്റൈലാണ് അല്ലേ? ആരത് തന്നത്? നമ്മെ സൃഷ്ടിച്ച അള്ളാഹു തന്നതാണ്. അതിലേതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ പറ്റും? അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാർ പലതും പറയുന്നുണ്ടാവും. പഠിച്ചു കഴിഞ്ഞാൽ ഈ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇസ്ലാം പറഞ്ഞു തരുന്നത് അല്ലേ? പക്ഷേ ആ നല്ലതിനെ ഇയാൾ എന്ത് ചെയ്യും? കല്ലബ, കളവാക്കിക്കൊണ്ടിരിക്കും. വകല്ലബ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ അവർ കളവാക്കും, തള്ളിപ്പറയും. സോഷ്യൽ മീഡിയയിലൊക്കെ സത്യത്തെക്കുറിച്ച് നന്മയെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ടായിരിക്കും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ പ്രകൃതം. അപ്പോൾ അള്ളാഹു പറയാണ് ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ. ഫസനുയസ്സിറുഹു നേരത്തെ വന്നതാണ് അല്ലേ? നാം അവന് എളുപ്പമാക്കി കൊടുക്കും, സൗകര്യപ്പെടുത്തി കൊടുക്കും. ലിൽ ഉസ്റ ഐനാണ്. നേരത്തെ യുസ്റ എന്ന് പറഞ്ഞപ്പോൾ യാ ആയിരുന്നു, യാ യുസ്ർ. ഇവിടെ ഐനാണ്. ഉസ്ർ പ്രയാസം എന്നാണ്. ശരിക്കും ഈ രണ്ട് വാക്കുകളും തമ്മിൽ ഏതാണ് നമുക്ക് പറയാൻ എളുപ്പം? യുസ്റ, അതാണ് എളുപ്പം. അതിൻ്റെ അർത്ഥം എളുപ്പം എന്നാണ്. ഉസ്റ എന്ന് പറയുമ്പോൾ ഐൻ ഉച്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ പ്രയാസം എന്നാണ്. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, വളരെ പ്രയാസമുള്ളതിനെ അവന് നാം സൗകര്യപ്പെടുത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ഉദ്ദേശം എന്നറിയോ? ഇപ്പം കള്ളം പറയാം എളുപ്പമുള്ള കാര്യമാണോ? പറഞ്ഞ് ശീലിച്ചാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ സാധാരണഗതിയിൽ നമ്മെപ്പോലെ ഒരാൾക്ക് കള്ളം പറയാൻ കഴിയില്ലല്ലോ. ഇപ്പം കള്ളം പറയേണ്ട ഒരു അവസരം വന്നാൽ ഒരുപാട് ആലോചിച്ചിട്ട് ഞാൻ പറയണോ പറയണ്ടേ എന്നൊക്കെ ചിന്തിച്ച് അവസാനം ആ പ്രയാസമുള്ള കാര്യം അങ്ങ് പറയുകയാണ് അല്ലേ? ആ അവസ്ഥയ്ക്കാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നത്, പ്രയാസമുള്ളതിനെ എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതാണ്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ മനസ്സ് പാകപ്പെടും. തെറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ശരിക്കും നമുക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും, കുറ്റബോധം ഉണ്ടാവും അല്ലേ? അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരാളെ തല്ലി അല്ലെങ്കിൽ ചീത്ത വിളിച്ചു, കളിയാക്കി, അപ്പോൾ മനസ്സിൽ പിന്നെ കുറ്റബോധമാണ്, ഓ വേണ്ടായിരുന്നു, അവൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവല്ലോ എന്നൊക്കെ ആലോചിക്കും. ഈ ഒരു ഫീല് ഇല്ലാതെയായി പോയാലോ പിന്നെ അയാൾക്കൊരു കുഴപ്പമില്ല, അയാൾക്ക് തോന്നും പോലെ എന്തോ ആകാം. അതാണ് പിന്നെ സംഭവിക്കുക. ഇങ്ങനെ സംഭവിക്കുന്നതിനെയാണ് അള്ളാഹു പ്രയാസമുള്ളതിനെ എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞത്. വേറൊരു നിലയ്ക്ക് പ്രയാസം എളുപ്പമാവലുണ്ട് അല്ലേ? ഇപ്പം നമുക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ വളരെ ബോധപൂർവം നമ്മൾ ട്യൂഷനൊക്കെ പോയി കഷ്ടപ്പെട്ട് പഠിച്ചാലോ പിന്നെ അത് എളുപ്പമാവും. അത് പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റൈലാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. മനസ്സാക്ഷിക്ക് എതിരായിട്ട്, എൻ്റെ മനസ്സിനെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടാവും. പക്ഷെ കുറേ ചെയ്യുമ്പോൾ പിന്നെ അതെനിക്ക് പ്രയാസമില്ലാതെയാവും. ഇപ്പോൾ ഒരാൾ മോഷണം നടത്തുമ്പോൾ, ആദ്യം മോഷണം നടത്തുമ്പോൾ ഒക്കെ പ്രയാസം ഉണ്ടാവും. പക്ഷെ അതൊരു ശീലമായിട്ട് മാറുമ്പോഴോ ഇതെൻ്റെ ജോലിയാണെന്നാണ് പിന്നെ അയാൾക്ക് തോന്നുക. ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ ജീവിക്കാം എന്നായിരിക്കും അയാൾ ആലോചിക്കാം. അതാണ് ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. രണ്ട് തരം മനുഷ്യന്മാർ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു തുടങ്ങിയത്? ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ പ്രവൃത്തികൾ തികച്ചും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. ഒരാൾ നല്ലതെല്ലാം നൽകുകയും അതേപോലെ തന്നെ അള്ളാഹുവെ ഭയപ്പെടുകയും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റേയാൾ പിശുക്ക് കാണിക്കുന്നു, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് അഹങ്കരിക്കുന്നു, ഏറ്റവും നല്ലതിനെ കളവാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മനുഷ്യന്മാരെയാണ് അള്ളാഹു താല ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ 10 ആയത്തുകളിലൂടെ അള്ളാഹു അത് നമ്മെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ സൂറ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആലോചിക്കണം, ഞാൻ നല്ലതാണോ ചെയ്യുന്നത് ചീത്തയാണോ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ട് മാത്രമാണ് ഏത് കാര്യത്തിൽ ഇടപെടാൻ പാടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല
ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യാനും ഏറ്റവും നല്ലത് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.